പക്ഷേ എന്നിട്ട് അമേരിക്ക ഇന്ന് രാവിലെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു എന്ന് പറഞ്ഞാൽ ട്രംപിനെ കൊല്ലാനായിട്ട് വെടിയുതിർത്തതാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. രണ്ടുപേരും മരിച്ചു അതിൽ. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പെൻസിൽവാനിയയിലാണ് ഇന്ന് ഈ വെടിവയ്പ് നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവി ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്, ചെവിയിൽ ബുള്ളറ്റ് കൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിയിൽ നിന്ന് വായിലേക്ക് രക്തമൊഴുകുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോ ബൈഡൻ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അതായത് ഈ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങളുണ്ട്. ആരാണ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോക പോലീസാണ്. അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഇതാണ് ഗതി. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ഈ അമേരിക്കയുടെ ഈ ഒരു ഊതിവീർപ്പിച്ച ബലൂൺ എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഞങ്ങളുടെ രാജ്യത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ രാജ്യം അത്രയധികം സുരക്ഷിതമാണ് എന്നുള്ള ആ ഇമേജ് തകർന്നു പോയില്ലേ? 2 ചോദ്യം ധനുഷ് ചോദിച്ചു. ഒന്ന്, ആര് വെടിവെച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് ഡൊണാൾഡ് ട്രംപ് ഇനിയും അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ആരൊക്കെ അസ്വസ്ഥമാക്കും, ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഡൊണാൾഡ് ട്രംപിനെ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ആവാതിരിക്കാൻ ശ്രമിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പം വെടിവെക്കുന്നത്. കാരണം ഇപ്പം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവും എന്നുള്ള കാര്യം ഏകദേശം അമേരിക്കക്കാരും ഉറപ്പിച്ചു കഴിഞ്ഞു, ലോകത്തെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹം പ്രസിഡന്റ് ആവാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളയാൻ മാർഗ്ഗമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ വധിച്ചത്. രണ്ട് പേര് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച 2 പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിന് വെടിയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് മുഖത്ത് പരിക്കൊണ്ട് ചെവി മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നു, കയ്യിൽ ഒക്കെ വെടികൊണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ABC ചർച്ച ചെയ്തതുപോലെ ഒരു വലതുപക്ഷ രാഷ്ട്രീയം അമേരിക്ക എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അമേരിക്ക അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് അവിടെ വേണ്ട. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന്, അമേരിക്ക ലോക പോലീസ് അല്ലേ? അമേരിക്ക കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ലോക പോലീസ് അല്ല, ഒരു പീറ പോലീസാണ്. അതാണ് ബൈഡൻ വീണ്ടും വരണം, ഓർമ്മയില്ലാത്ത ബൈഡൻ വീണ്ടും വരണം. ഭ്രാന്തൻ എന്ന് പോലും ബൈഡനെ വിളിച്ചു തുടങ്ങി. കാരണം ഇപ്പം ബൈഡൻ കമല ഹാരിസിനെ കഴിഞ്ഞ ദിവസം ട്രംപ് എന്നാ വിളിച്ചേ. അപ്പൊ അത്രയ്ക്ക് പുടിൻ വിളിച്ചു. അപ്പം അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം മനഃപൂർവ്വം വിളിക്കുന്നതല്ലല്ലോ, അദ്ദേഹത്തിന്റെ ആ തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്ന ആ ഒരാളിനെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആക്കണം എന്ന് വാശി പിടിക്കുന്നത് ആര്? അത് അമേരിക്കയുടെ മിത്രങ്ങളല്ലല്ലോ, ശത്രുക്കളാണല്ലോ. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇപ്പോൾ ലോക പോലീസ്, ഞാൻ ഈ പറഞ്ഞില്ലേ, അവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ ടവർ എന്നാ തകർത്തത്? പെട്രോണാസ് ടവർ. അതിനുശേഷമല്ലേ എറിഞ്ഞത്? അതിനുശേഷം എത്രയോ ഭീകരാക്രമണങ്ങൾ. അതിനുശേഷം അമേരിക്ക ശക്തമായിട്ട് ഒബാമയുടെ കാലത്ത്, ജോർജ് ബുഷിന്റെ കാലത്താണ് ആ ടവർ തകർക്കുന്നത്. അതിനുശേഷം ഒബാമയുടെ കാലത്ത് ഒസാമ ബിൻ ലാദനെ വധിച്ച് അവരെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. പക്ഷെ അതിനുശേഷവും ആന്തരിക ആക്രമണങ്ങൾ കൂടുന്നുണ്ട്, ഒരുപാടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണമെന്ന് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മതില് കെട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇതെല്ലാം അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ആക്ഷേപം, എന്ത് കേസും, എന്ത് പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോഴും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു, അമേരിക്കക്കാർക്ക് വേണ്ടിയുള്ള പ്രസിഡന്റായിരുന്നു, ദേശീയവാദിയായിരുന്നു. അപ്പം ദേശീയവാദികൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് ലോകത്തുണ്ട്. അത് വലിയ ഗ്രൂപ്പ്, അതിന് ഇസ്ലാമിസ്റ്റുകളുടെ ഗ്രൂപ്പ് തന്നെയാണ്. അതിന് ഫണ്ട് കണ്ടമാനം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരുന്ന അതേ പ്രക്രിയ തന്നെയാണ് അമേരിക്ക. ഇത് ധനുഷ് ചോദിക്കുമ്പം ഇത്രയും സെക്യൂരിറ്റിയുള്ള ലോക പോലീസാണെന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വെടിയേറ്റുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന അതേ ആൾക്കാർ തന്നെ നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച് കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് നിങ്ങൾ തൊടാൻ പറ്റുന്നില്ല. ഇപ്പം കയറിയിരിക്കുന്ന കാശ്മീരിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകരവാദികൾ 5 പേര് കയറിയിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാണ്, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി. പക്ഷെ അവർക്കിവിടെ തൊടാൻ വന്നില്ല. അതിന്റെ വാശി തീർക്കുന്നത് ഇപ്പോൾ കാശ്മീരിൽ പോയി കാടുകൾ കയറുന്ന വെടിവെക്കുകയാണ്. ഇതിൻ്റെ ഒരു സംഭവം ഞാൻ ആലോചിക്കുമ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന കാര്യം, ട്രംപിന് വെടിയേറ്റു. ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ പോകുന്ന ഒരാളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്, മുൻ പ്രസിഡന്റ് ആയിരുന്നു. ട്രംപിന് വെടിയേറ്റു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളത്, ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും മരണപ്പെടണം എന്ന് ഈ ആൾക്കാർ ആഗ്രഹിക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റ് അല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിനും ഓഗസ്റ്റ് മറ്റേ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ വന്നു നിന്ന് അദ്ദേഹം മറ്റേ ബുള്ളറ്റ് പ്രൂഫ് ബാരിയർ
ബാരിയർ വേണ്ട എന്ന് പറഞ്ഞ് അത് മാറ്റിയിട്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. കാരണം ആ ബുള്ളറ്റ് പ്രൂഫ് ബാരിയർ എനിക്ക് വേണ്ട. മൻമോഹൻ സിംഗ് പോലും അതിനകത്ത് നിന്നുകൊണ്ടാണ് പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ തനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അതെടുത്ത് മാറ്റി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തെല്ലാം കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധന നടത്താനുള്ള ഒരു ടീമുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അമേരിക്കയെക്കാട്ടിലും എന്തുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യ തന്നെയാണ് ചില സമയത്ത് എനിക്ക് തോന്നുന്നത്. ചില സമയത്തൊന്നല്ല, അത് വളരെ നമ്മുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ അതുകൊണ്ടാണല്ലോ ലോകം മൊത്തം അമേരിക്ക ലോകത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് ആലോചിക്കുന്നത്. കാരണം ഇന്ത്യ എന്താണെന്ന് അമേരിക്കയ്ക്ക് പോലും ഇപ്പൊ മനസ്സിലാവുന്നില്ല, ലോകത്താർക്കും മനസ്സിലാവുന്നില്ല. നമ്മളുടെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ സംശയം, രാഹുൽ ഗാന്ധിക്കേ ഉള്ളൂ സംശയം, രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ പുച്ഛം, ഇവിടുത്തെ ജനങ്ങൾക്കേ ഉള്ളൂ പുച്ഛം. പക്ഷെ ലോകത്തിനെല്ലാം അറിയാം ഇതുമല്ല, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അത് ഒത്തിരി വലിപ്പത്തിലായിട്ടുണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ സംവിധാനവും സാമ്പത്തിക സംവിധാനവും എല്ലാ രീതിയിലുള്ള വളർച്ച വന്നിട്ടുണ്ട്. റേഞ്ച് മാറി ആവശ്യമില്ലാതെ കളിക്കാൻ പോയാൽ നമ്മൾ ചൊറിഞ്ഞിട്ട് എന്തോന്ന് അറിയാൻ പോയാൽ പിന്നെ അറിയുന്നതിൻ്റെ ഒരു അവസാനം ഉണ്ടാകത്തില്ലെന്ന് പറയും. അതുകൊണ്ടാണ് ഈ നമ്മളെ അംഗീകരിച്ചു തുടങ്ങിയത്. അല്ല, നമ്മളെ അംഗീകരിക്കുന്നത് വേറൊരാളുടെ സഹാനുഭൂതി കൊണ്ടൊന്നുമല്ല, ബാക്കിയുള്ള രാജ്യത്തിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എല്ലാം സന്യാസി പരിവേഷം ഉള്ളത് കൊണ്ടല്ല. നമ്മളെ അംഗീകരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. അവർക്ക് ഇവിടെ ലോകത്തിൽ ഏറ്റവും വലിയ വ്യവസായം അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അപ്പോൾ ഇത് നമ്മളെ എല്ലാവർക്കും വേണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ നമ്മളെ ഇതിനു മുമ്പ് എന്താ നമ്മളെ അംഗീകരിക്കാഞ്ഞ്? ഇതിനു മുമ്പ് ഇതിനെക്കാട്ടി കരുത്തായിട്ടുള്ള ഇന്ദിരാഗാന്ധി കരുത്തില്ലാത്ത പ്രധാനമന്ത്രിയൊന്നുമല്ല ഉണ്ടായില്ലല്ലോ. അവരുടെ ഡയറക്ഷൻ അനുസരിച്ചല്ലേ, വിദേശ രാജ്യങ്ങളുടെ ഡയറക്ഷൻ അനുസരിച്ചല്ലേ അന്നും നമുക്ക് ഭരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം മറ്റുള്ളവരുടെ അച്ചാരം മേടിച്ച് ഇപ്പം ഞാൻ വേറൊരാളുടെ അച്ചാരം മേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ ഇപ്പം ഇന്ത്യ ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ നമുക്ക് ഇത് ഏർപ്പെടുത്തിയില്ലേ അമേരിക്ക റഷ്യയായിട്ട് നമ്മൾ പറഞ്ഞില്ലേ പോടാ പുല്ലിന്റെ പാട്ട്. നമ്മൾ എന്നിട്ട് അവൻ്റെ അടുത്തുനിന്ന് ഡീസൽ എടുത്തിട്ട് യൂറോപ്പില് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മൾ ഡീസൽ കൊടുത്ത് എവിടെ വെച്ച് കടലിൽ വെച്ച് കച്ചവടം ചെയ്തു. അപ്പം അതിനൊക്കെയുള്ള തൻ്റെ ഇടം. ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ അദ്ദേഹം പോയിട്ട് നമ്മൾ ഈ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യകക്ഷികൾക്ക് ഒക്കെ ബദലായിട്ട് ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ പറയുന്ന റൂട്ടിലേക്ക് ലോകരാജ്യങ്ങൾ വരുന്നൊരവസ്ഥ. അത് അറേബ്യൻ രാജ്യങ്ങളായാലും ശരി, യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് എല്ലാ രാജ്യങ്ങളും. അപ്പോൾ ചൈന പോലും ഇപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കേണ്ടതായിട്ട് വരും. കാരണം റഷ്യയായിട്ടുള്ള ബന്ധം വെച്ചിട്ട്. കാരണം റഷ്യ സഹായിക്കുന്നത് ഈ നമ്മൾ ചൈനയും അമേരിക്കയും വേണ്ടി യുദ്ധ സമയത്ത്. അപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നു. ഞാനീ പറഞ്ഞത് ധനുഷ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട അമേരിക്കയെ പോലെയുള്ള ഒരു ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രസിഡന്റിനെ വെടിവെച്ച് കൊല്ലാൻ അല്ലെ പഴയ ഒരു പണ്ടൊക്കെ വളരെ പുറകോട്ട് പോകുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തയ്യാറെടുക്കുന്നത് അവിടുത്തെ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ആയുധ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു. എൻ്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്. അതായത് ഈ അമേരിക്കയിൽ ഈ ഏകദേശമുള്ള എല്ലാ ആൾക്കാർക്കും തോക്ക് കൈവശം വയ്ക്കാനുള്ള അവകാശം അവർ കൊടുത്തിട്ടുണ്ട്, ലൈസൻസ്. നമ്മുടെ ഇന്ത്യയിൽ അതില്ല. നമ്മൾ ആരെങ്കിലും തോക്ക് കൈവശം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്. പിന്നെ വലിയ വലിയ കേസുകൾ വരും, NIA വരും, വലിയ വലിയ ആൾക്കാരൊക്കെ വരും. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് മാത്രം എന്താണ് അവരുടെ ഒരു കൾച്ചർ? എനിക്കത് അറിയാൻ പാടില്ല എന്ന് ചോദിക്കും. എന്താണ് അവർക്ക് തോക്ക് കൈവശം വയ്ക്കാനുള്ളൊരു സെറ്റപ്പുള്ള? ഈ തോക്ക് കൈവശം വയ്ക്കുന്നത് കൊണ്ടാണ് അമേരിക്കയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെടിവെപ്പിൻ്റെ വാർത്തകൾ അമേരിക്കയ്ക്കകത്ത് തന്നെ, തിയേറ്ററിനകത്ത് വെടിവെപ്പ് നടക്കുന്നു, ബാറിൽ വെടിവെപ്പ് നടക്കുന്നു, പബ്ബിൽ വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കും സുരക്ഷ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ആരും വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന പോലുമില്ല. കാരണം ഒരാൾ അവിടെ തോക്ക് കൈവശം ഉണ്ടെങ്കിൽ, അയാൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഇപ്പോൾ ട്രംപ് പെനിൻസുലയിൽ ആ റീജിയനിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനകത്തോട്ട് ആൾക്കാരെ കയറ്റി വിടുമ്പോൾ ഒരു സുരക്ഷാ ചെക്കപ്പെങ്കിലും നടത്തണ്ടേ? അതിന് പോലും അവർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പം വമ്പൻ പരാജയമെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ധനുഷ്, നമ്മൾ ഈ പറയുന്ന കണക്ക് വെളിയിൽ നിന്ന് നോക്കുന്ന പോലെ ഒന്നും അല്ല അമേരിക്ക. പണ്ട് ഞാൻ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് മുമ്പാണ് തോന്നുന്നു ഏതോ ഒരു ഇതിനകത്ത് വെച്ച് $1 ഒരു തട്ടിപ്പറിക്കുന്ന 100 കേസുകൾ ഒരു ദിവസം അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ₹1. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന ആൾക്കാർ കാണുമ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ജീവിതം സെറ്റിലാണ്. ഒരു പ്രാവശ്യം ഗോവിന്ദൻ നമ്മുടെ അനിയം അവിടെ പോയിട്ട് വന്ന് പറഞ്ഞു, ഈ ടൗൺഷിപ്പിലല്ലാതെ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങൾ ഒക്കെ വളരെ മോശമായിട്ടുള്ള ഗ്രാമങ്ങളാണ്. പിന്നെ 2 വർഗ്ഗം ഉണ്ടല്ലോ അവിടെ, കറുത്ത വർഗ്ഗം വെളുത്ത വർഗ്ഗം. ഈ കറുത്ത വർഗ്ഗക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത വർഗ്ഗക്കാരെ കാണുന്ന ഭയങ്കര ദേഷ്യം. തിരിച്ചങ്ങോട്ടും അങ്ങനെയാണ്. അവർ സമ്പന്നരല്ല, അവർ ദരിദ്രരാണ്, അടിച്ചമർത്തി. ഇപ്പൊ ഈ തോക്ക് കൊണ്ട് നടക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ സൈക്കോളജിക്ക് അനുസരിച്ച് ഈ തോക്കില്ലെന്നുണ്ടെങ്കിൽ മറ്റവൻ്റെ കിട്ടാൻ ഞാൻ കാച്ചുവനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. മനസ്സിലാവുന്നുണ്ട്. അവൻ ഭയങ്കര കരുത്തനും വലിയ സായിപ്പന്മാരിൽ കറുത്ത വർഗ്ഗക്കാർ. എന്നിട്ട് അവന്റെ ആയിരുന്നല്ലോ ഈ രാജ്യം ഒരു കയ്യേറി വെളുത്തവർ പറയുന്നത്. അപ്പം അതിന്റെ
ചരിത്രമൊക്കെ പരിശോധിക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒരു പകയും ഈ ഒരു സുരക്ഷിതമില്ലായ്മയൊക്കെ അമേരിക്കയിലുണ്ട്. ഉള്ളിലോട്ട് കയറുന്ന കോളനികളൊക്കെ നമ്മൾ ഈ ചില തമിഴ്നാട്ടിലെ ചില കോളനികളിൽ ഇപ്പോഴും കോളനി എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയത്തില്ലേ, അത് അത്രയ്ക്ക് പുറകോട്ട് അതുകൊണ്ട് അപ്പോൾ അത്രയ്ക്ക് പുറകോട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്നത് സമ്പന്നമാണ് രാജ്യം, പക്ഷേ അതിനകത്ത് ദരിദ്രന്മാരായിട്ട് കഴിയട്ടെ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. ഈ രാജ്യമാണ് വേറൊരു രാജ്യത്ത് ആ വിഷയങ്ങൾക്കകത്ത് ഇടപെടുകയും വേറെ രാജ്യങ്ങൾ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം ആയുധ വ്യവസായം തന്നെയാണ്. അവിടുത്തെ ഭരണാധികാരി ആര് വേണമെന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ ആയുധ വ്യവസായികളാണ്. അവർക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ നീക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, വ്യവസായത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭരണാധികാരികളൊക്കെ കാലകാലങ്ങളിൽ അവിടെ വധിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പം ട്രംപ് എന്ന് പറയുന്ന ഒരാൾ വന്നാൽ ചിലപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്രംപിനെ മാറ്റി കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പുണ്ടാകുന്ന അഭയാർത്ഥികളുണ്ട്. ട്രംപിന് അനാവശ്യ അഭയാർത്ഥികളെ ഏത് രാജ്യം അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ രാജ്യമില്ലാന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കാം. ട്രംപ് അഭയാർത്ഥികൾക്കൊന്നും എതിരല്ല, പക്ഷേ ജെന്യുവിനായിട്ടുള്ള ആര് വേണം എന്ന് രാജ്യം തീരുമാനിക്കും. അല്ലാതെ രാജ്യത്തിന് നാളെ പ്രശ്നമുള്ള ആൾക്കാർ അഭയാർത്ഥികളായിട്ട് വരുന്നതിനകത്ത് ട്രംപിന് ബുദ്ധിമുട്ടുണ്ട്. ട്രംപിൻ്റെ നിലപാടുകൾ അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് തന്നെ പറഞ്ഞു. ആ നിലപാടുകളെല്ലാം അമേരിക്കയെ ഗുണം ചെയ്യുന്ന നിലപാടുകളായിരുന്നു. അദ്ദേഹം ഇരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഭയങ്കര മുന്നേറ്റം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി ഡെമോക്രാറ്റിക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന അന്ന് എല്ലാവരും മാധ്യമങ്ങൾ ഉൾപ്പെടെയൊക്കെ പറഞ്ഞപ്പോഴും ചില മാധ്യമങ്ങൾ മാത്രം പറഞ്ഞു ട്രംപിനെ പുറകോട്ട് വലിക്കുന്നതും ട്രംപിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാമിസ്റ്റുകളാണ്, അത് രാജ്യവിരുദ്ധരാണ്. അവരെ ആ രാജ്യത്തിന് മാത്രമല്ല എവിടെ ദേശീയതയും വാദവുമായിട്ട് ഏത് രാജ്യം നിൽക്കുന്നു ആ രാജ്യത്തിനുള്ള എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരത്തരത്തിലുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. അപ്പം അവർ തന്നെയാണ് ഇപ്പം ട്രംപ് ഇപ്പം തന്നെ ട്രംപ് ജയിച്ചു. കാരണം മറ്റേ ബൈഡന് അനുകൂലമായിട്ട് നിന്ന പാർട്ടിക്കാർ പോലും എതിരായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിന്ന പത്രങ്ങൾ എതിരായി, അദ്ദേഹത്തെ അനുകൂലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. കാരണം അദ്ദേഹം അത്രയ്ക്ക് ഉള്ള വിഡ്ഢിതരമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 4 കൊല്ലം ഭരണത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ട് കാണിച്ചു. ഇപ്പോൾ അദ്ദേഹം ഈ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി വരാൻ ഒക്കത്തില്ല. അപ്പം അത്തരത്തിലുള്ള ഭരണാധികാരി വീണ്ടും അമേരിക്കയ്ക്ക് ഉണ്ടാവണം. അത് അമേരിക്കയ്ക്ക് ഉണ്ടായാൽ മാത്രമേ ഈ അമേരിക്കയുടെ ട്രംപിനെ മാറ്റി ബൈഡനെ തീരുമാനിച്ച ആൾക്കാരുടെ അജണ്ട വീണ്ടും പാസ്സാകത്തുള്ളൂ. വീണ്ടും തിരിച്ച് ട്രംപ് വരികയാണെങ്കിൽ വളരെ അപകടകരമായുള്ള അവസ്ഥയാണ്. ട്രംപ് അദ്ദേഹത്തിന് എവിടെ മുറിവേറ്റു അല്ലെങ്കിൽ എന്ത് പാളിച്ചയാണ് ആരാണ് ആ പാളിച്ച ഉണ്ടാക്കിയെന്നുള്ള അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ട്രംപിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അവരെ തുടച്ചു നീക്കാനെയും അതുകൊണ്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് വേറെ ചിന്തയൊന്നും വേണ്ട. നാളെ കാലത്ത് അമേരിക്ക വെളിയിൽ വിട്ടില്ലെങ്കിലും കുറേശ്ശെയായിട്ട് വെളി വരും. എന്നാലും നമ്മുടെ ട്രംപ് വന്നു കഴിയുമ്പോൾ ഇന്ത്യക്കും ഇന്ത്യയുടെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സൊറോസിനെയൊക്കെ ഒതുക്കാൻ ട്രംപ്, മോദി, പിന്നെ മെലോണി ഈ ത്രയമൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു വലതുപക്ഷ മുഴുവനായിട്ടൊരു ഒരു സർക്കിള് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഉള്ളവരാണ് ഇതിന് പിന്നിലുമെന്ന് ഉള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്തായാലും ട്രംപ് അപകടനില തരണം ചെയ്തു. അപകടമില്ല, കാര്യമായിട്ട് ചെവിയിലുള്ള ഒരു പരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ബൈഡൻ അപലപിച്ചിട്ടുണ്ട്. അതല്ലാതെ ബൈഡന് വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ ഇലക്ഷനിൽ കാണുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നമ്മുടെ പ്രധാനമന്ത്രി അപലപിച്ചിട്ടുണ്ട്. തന്നെ ശരിയായ നടപടികളെന്ന് പറഞ്ഞിട്ടുണ്ട്.